ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞാൻ അവളുടെ വീട്ടിൽ വന്നേക്കാണ്, അവളെ വിളിക്കാൻ വേണ്ടി വന്നേക്കുക. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞാനും അവളും കൊച്ചും ഇവിടുത്തെ അമ്മയും എല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാം. ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാം. പാക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, വളരെ അടുത്താണ്, നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. 10-20 മിനിറ്റിനകത്ത് തന്നെ എന്തായാലും അങ്ങ് എത്തും. അപ്പോൾ നമുക്കിനി പോകുന്ന വഴി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ച ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് ഞാൻ അച്ഛനോടെ. കാറിലേക്കുള്ള യാത്രയാണ്, എല്ലാം കാറിൽ എത്തിക്കണം. ഒരുപാട് ലോഡുണ്ട്, ഇങ്ങനെ ഓരോന്നായിട്ട് അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അച്ഛനുമാണ്. റെസ്റ്റ് ഇല്ല, വയ്യ, ക്ഷീണിച്ചു. ഒരുപാട് സാധനങ്ങളുണ്ട്, ചക്ക വരെയുണ്ട് ഗൈസ്, കണ്ടില്ലേ വണ്ടിയുടെ ഫ്രണ്ടിൽ ചക്ക വരെയുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് കയറ്റിയ ശേഷം വണ്ടിയുടെ ഡിക്കി നിങ്ങളിപ്പം തുറന്ന് കാണിക്കാം. വണ്ടിയുടെ ഡിക്കിക്കുള്ളിൽ നിങ്ങളൊന്ന് നോക്കിയേ, അതിവിശാലമായ ഷോറൂമാണ്, കണ്ടില്ലേ. ഡിക്കി മൊത്തം നിറഞ്ഞു. ഫ്രണ്ട് കോ ഡ്രൈവർ സീറ്റിൻ്റെ ഉള്ളിലും കാര്യങ്ങളും എല്ലാം വെച്ചേക്കാണ്. ചക്ക കാര്യങ്ങളെല്ലാം ആയിട്ടാണ് ഇവിടുന്ന് യാത്രയാവുന്നത്. അങ്ങനെ കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു. കുഞ്ഞിനെ എടുത്തു, കുഞ്ഞിനെ ഞാനാണ് എടുത്തത്, അവൾ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ കൊച്ചിനെ എടുത്ത് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഞാൻ മുന്നിലിറങ്ങി. അമ്മയും അച്ഛനും, ഇത് വല്യമ്മയാണ്, അവളുടെ വൈഫിൻ്റെ അമ്മയുടെ അമ്മയാണ്. അങ്ങനെ ചാച്ചനെയും വല്യമ്മയും കാണാൻ വേണ്ടി അവരുടെ തറവാട്ടിലേക്കൊന്ന് പോവാണ്. കൊച്ചിനെ ഒന്ന് കാണിക്കണം. രണ്ടുപേരും നല്ല വിഷമത്തിലാണ്, അവളുടെ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ നല്ല വിഷമത്തിലാണ്. ചാച്ചൻ്റെ കയ്യിൽ കൊച്ചിനെ വെച്ച് കൊടുക്കുകയാണ്. ചാച്ചൻ കൊച്ചിനെ കണ്ടില്ലേ, ഭയങ്കര സ്നേഹമാണ് കുഞ്ഞിൻ്റെ അടുത്ത്, ഭയങ്കര സ്നേഹം. രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണ് കുഞ്ഞിൻ്റെ അടുത്ത്. അങ്ങനെ ചാച്ചൻ ഇങ്ങനെ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോവല്ലേ, എല്ലാവർക്കും കണ്ണു തുറന്നു. ഇതുവരെ ഉറങ്ങുമായിരുന്നു. ചാച്ചൻ്റെ കയ്യിൽ ചെന്നപ്പോൾ അവൻ കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കി. അച്ചാമ്മ എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അച്ചാമ്മയുടെ കയ്യിലേക്ക് കൊച്ചിനെ വെച്ച് കൊടുത്തു. അച്ചാമ്മയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. അച്ചാമ്മയുടെ സ്നേഹം കണ്ടോ ഗൈസ് കൊച്ചിനോട്. രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ്. അവളെ സ്നേഹിച്ച പോലെ തന്നെയാണ് അവളുടെ കുഞ്ഞിനെ അവർ സ്നേഹിക്കുന്നത്. അങ്ങനെ യാത്രയൊക്കെ എല്ലാവരോടും പറഞ്ഞു. കൊച്ചിനെ ഞാൻ തന്നെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇവിടുന്ന്. അമ്മ കരയുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. ഭയങ്കര രണ്ടുപേരും കരഞ്ഞു. അമ്മയും കരഞ്ഞു, ചാച്ചനും കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടിക്കകത്തോട്ട് കയറാൻ പോവാണ്. കുഞ്ഞിനെ അമ്മ നല്ലോണം പൊതിഞ്ഞ് സൂക്ഷിച്ച് അവളിലേക്ക് കൊടുക്കുകയാണ്. ഫ്രണ്ടിൽ അവളാണ് ഇരിക്കുന്നത്. ചക്കയെ ചവിട്ടാതെ അവൾ വണ്ടിക്കകത്ത് കയറി ഡോറൊക്കെ അടയ്ക്കാൻ പോവാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കും. സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെ ഫ്രണ്ടിൽ കയറി ഇരിക്കുകയാണ്. സീറ്റൊക്കെ ഇട്ടു. ഞങ്ങൾ യാത്ര ഉള്ള പുല്ലൂർ ടൗണിൻ്റെ ഭാഗത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്തായാലും എത്തും. അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി. ഏകദേശം അവിടെ നിന്ന് രാവിലെ തന്നെ ഒരു 10-11 മണിയായപ്പോൾ ഇറങ്ങി. അവൻ കണ്ട വണ്ടിക്കകത്ത് കയറിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ് ആൾ. ഉറങ്ങുന്നില്ല. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അമ്മയും മോനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്നറിയാൻ വയ്യ, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഭയങ്കര ചിരിയും കളിയുമാണ് രണ്ടുപേരും. ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന കോൺക്രീറ്റ് റോഡാണ്. മെയിൻ റോഡ് കട്ട് ചെയ്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന കോൺക്രീറ്റ് വഴിയാണ്. ആ റൂഫ് ചെയ്ത പിങ്ക് പെയിൻ്റ് അടിച്ച് റൈറ്റ് സൈഡിൽ കാണുന്ന ഗേറ്റുള്ളതാണ് എൻ്റെ വീട്. വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചേരും. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. വണ്ടി വീട്ടിലേക്ക് കയറുന്നു. എല്ലാവരും അകത്തുണ്ട്. എത്തിയത് ആരും അറിഞ്ഞിട്ടില്ല. അതേ ഓടി വരുന്നു. ബാക്കി നമുക്ക് വീട്ടിനകത്തേക്ക് കയറാം. ഇതാണ് ഞങ്ങളുടെ രണ്ട് മുത്തുമണി. പരിചയപ്പെടുത്താൻ രണ്ടുപേരും പേര് പറഞ്ഞു. ഇത് ഞങ്ങളുടെ പാറു, ഇത് ഞങ്ങളുടെ പൊന്നൂസ്. അങ്ങനെ എല്ലാവരും കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ എല്ലാവരും ഓടിക്കൂടി. എല്ലാവരും ഉണ്ട്. ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, പൊന്നുണ്ട്, പാറുണ്ട്. അപ്പച്ചി അപ്പോഴും അടുക്കളയിൽ പാചകത്തിലാണ്. പുള്ളിക്കാരി ബിരിയാണി ഉണ്ടാക്കുകയാണ്. ആന്ധ്ര സ്പെഷ്യൽ ബിരിയാണിയാണ്. ഞങ്ങളുടെ ഈ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അപ്പച്ചിയാണ്. കണ്ടില്ലേ, അപ്പച്ചിൻ്റെ സന്തോഷം കണ്ട. ബിരിയാണി പൊളിയായിരിക്കും ഗൈസ്. അപ്പച്ചി നല്ല രീതിയിൽ ബിരിയാണി ഉണ്ടാക്കും. എല്ലാ വട്ടം വരുമ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി ഞങ്ങളുടെ അപ്പച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പച്ചി പിന്നെ ഇവിടെ ചേച്ചിയുടെ അമ്മായിയമ്മയും കൂടാണ്. ഒരു മുറ ബന്ധമാണ്. കസിൻസ് തമ്മിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അമ്മ, അപ്പച്ചി, ചേച്ചി, ഫുഡായി. ബിരിയാണി അപ്പച്ചി ഉണ്ടാക്കി.
ഉണ്ടാക്കിയ ആളുടെ അടുത്ത് ചോദിക്കുന്നില്ല. ഞാൻ നിന്നിട്ട് എനിക്ക് കൊള്ളായിരുന്നു. ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് ചോദിക്കാം. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? സൂപ്പറാ. നമ്മുടെ പ്ലേറ്റോടെ കാണും. അതെ തിന്നുന്ന കാണിക്കണം. ചോദിക്കാം ഇവിടുത്തെ എല്ലാവരും അഭിപ്രായം കഴിഞ്ഞ് ഞങ്ങളെ വല്യമ്മ എടുത്തിട്ട് ചെന്നു. വല്യമ്മയ്ക്ക് ക്യാമറ കണ്ടപ്പോൾ ഭയങ്കര നാണം. ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന്. ആംഗ്യ ഭാഷയിലാണ് ചോദിച്ചത്. അമ്മ സംസാരിക്കത്തില്ല, നേരത്തെ പറഞ്ഞായിരുന്നു. സൂപ്പർ. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛാ?